ആട് ഫ്രാഞ്ചൈസിലെ അവസാനത്തെ സിനിമയാണ് മാർച്ച് 19 റിലീസ് ചെയ്യാൻ പോകുന്ന ജയസൂര്യൻ നായകനായിട്ട് അഭിനയിച്ച ആട് സിനിമയുടെ 3-ാം ഭാഗം. മിഥുൻ മാനുവൽ തോമസ് ആണ് പടത്തിന്റെ തിരക്കഥ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഷാൻ റഹ്മാനാണ് പടത്തിലെ തീം മ്യൂസിക് അതുപോലെ തന്നെ പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നത്. വിജയ് ബാബു പ്രൊഡക്ഷൻ ഹൗസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും പടത്തിന്റെ അടിപൊളി പോസ്റ്റേഴ്സ് ഫീസ്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടാണ് പടത്തിന്റെ ഓരോ പോസ്റ്റേഴ്സ് ഓരോ മണിക്കൂറായിട്ട് പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ വിനായകന്റെ പോസ്റ്റർ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ വാർത്തകളുടെ ഇടയിലായിട്ട്. എന്തായാലും ഈ പ്രാവശ്യം എല്ലാ പോസ്റ്റേഴ്സും ഒരുമിച്ചൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോസ്റ്ററും കാണാൻ സാധിക്കും നമുക്ക്. എന്തായാലും പടത്തിന്റെ പോസ്റ്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ പടത്തിന്റെ ഫസ്റ്റ് റിലീസ് പോസ്റ്റർ പരിശോധിക്കുമ്പോൾ 3 കാലഘട്ടത്തിലായിട്ടാണ് പറയുന്നത്. ഒന്ന് പ്രസന്റ്, പിന്നെ ഒന്ന് ഫ്യൂച്ചർ, പിന്നെ ഒന്ന് പാസ്റ്റ്. ഇപ്പം നിലവിൽ പുറത്തിറങ്ങിയ പോസ്റ്റർ കണ്ടിട്ട് പാസ്റ്റിൽ നടക്കുന്ന കഥയായിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പാസ്റ്റിലെ ഈ ഷാജി പാപ്പൻ ഗ്യാങ്ങിന്റെ കഥാപാത്രങ്ങളായിട്ടാണ് തോന്നുന്നത്. കാരണം രാജകാലം അല്ലെങ്കിൽ രാജഭരണം, ജയസൂര്യ രാജാവായിട്ട് കാണുന്നുണ്ട്, പിന്നെ നമ്മുടെ മന്ത്രി, പിന്നെ സേനാപതി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണുന്നുണ്ട്. നമ്മുടെ അറക്കിൽ അബു, ഷമീർ, പിന്നെ നമ്മുടെ ഇന്ദ്രൻസ് എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ സാത്താൻ സേവർ, എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയായിട്ട് പുതിയൊരു എൻട്രി കാണുന്നുണ്ട്, ഒരു ഇംഗ്ലീഷ് ആക്ട്രസ്. പുള്ളിക്കാരിയെ നമ്മൾ ആട് ഫ്രാഞ്ചൈസിൽ കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു സിനിമയിലെ മെയിൻ കഥാപാത്രമാവാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും മൊത്തം ക്യാരക്ടേഴ്സിന്റെ ടോൺ നോക്കുമ്പോൾ സീരിയസ് ആണ്, ഒരു ഫണ്ട് കാണുന്നില്ല. തമാശ ഉണ്ടായാലേ ആടുന്ന ഒരു ഫ്രാഞ്ചൈസിന് ജീവനുള്ളൂ. എന്തായാലും മാർച്ച് മാസം റിലീസിന് വരികയാണ് പടം. മാർച്ച് 19 കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. എന്തായാലും പടത്തിന്റെ പോസ്റ്റേഴ്സ് എങ്ങനെയാണ് കൺഫേം ചെയ്യപ്പെടുന്നത്? എന്നെ സംബന്ധിച്ചോളം പടത്തിന്റെ പോസ്റ്റേഴ്സ് നൈസ് ആയിട്ടുണ്ട്, പക്ഷെ സീരിയസ്നെസ് ആയതുകൊണ്ട് എന്തോ ഒരു നിരാശയുണ്ട്. എന്തായാലും പടത്തിന്റെ ഹൈപ്പ് കൂട്ടിയോ കുറച്ചൊന്നും നിങ്ങൾ തന്നെ കൺഫേം ചെയ്യപ്പെടുത്തുക. എന്തായാലും ഷാജി പാപ്പനും പിള്ളേരും കൂട്ടിയിട്ട് സിനിമേന്റെ ബോക്സ് വൈസ് കുലുക്കുമോ എന്തായാലും കാത്തിരിക്കുന്നു ചെയ്യാൻ നമുക്ക്. നിമിഷം എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മറ്റു സിനിമകളുടെയും വാർത്തകൾക്കായിട്ട്. എന്തായാലും ആട് സിനിമേന്റെ ഒരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ജയസൂര്യന്റെ ഡബ്ബിംഗ് കംപ്ലീറ്റ് ആയി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മറ്റു കഥാപാത്രത്തിന്റെയും ഡബ്ബിംഗ് ഉടൻ തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളും ഉടൻ വരുന്നതായിരിക്കും.